നമ്മുടെ ഗോകുൽ ജോഷിന് ഒരു ആക്സിഡൻറ്റ് പറ്റി, അങ്ങനെ ഗോകുൽ ജോഷിനെ കാണാനായിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ ഗോകുൽ ജോഷിനെ കാണാൻ പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവനൊരു ഗിഫ്റ്റും കൂടെ മേടിച്ചിട്ടാണ് പോകുന്നത്. ഒരു തണ്ണിമത്തനാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗോകുൽ ജോഷിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് എന്താണ് അവൻ്റെ ആക്സിഡൻറ്റ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. അല്ല ഞാൻ അതവരെ ഔട്ട് ഹൗസ് ഇതാണ് വീട്. ഇത് അതോ ഞാനിവിടെ എത്തി. പക്ഷെ തേഞ്ഞിരിക്കുകയാണ് കേസ്. രോഗിയെ കാണാനില്ല. രോഗി എങ്ങോട്ട് പോയാന്നോ. ഇതുമായിട്ട് ഞാനിതാ രോഗിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ രോഗി ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് അത്യാവശ്യമായിട്ട് അമ്മയുടെ ഒരു ആധാർ എടുത്ത് അയച്ചു തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് അവന് സർപ്രൈസ് കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, അതുവരെ ഇത് നമ്മൾ ഇവിടെ എവിടെയും വെച്ചിരിക്കുകയാണ്. സർപ്രൈസ് വീഡിയോ കൊണ്ടുവരാൻ വന്ന ഞാനിവിടെ തേഞ്ഞിരിക്കുകയാണ് ഗെയ്സ്. തേഞ്ഞു പോയി. രോഗിയെ കണ്ടു, പക്ഷെ എന്ത് ചെയ്യാം, രോഗിക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ തേഞ്ഞു. ഇതാണ് നമ്മളെ പരിക്കേറ്റ രോഗി. അത് കുഴപ്പമില്ല, യൂണിഫോം മാറിയിട്ട് പിന്നെ വരാറുണ്ട്. എന്തരായാലും സർപ്രൈസ് പൊട്ടി. എങ്കിലും ഞാൻ അവന് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ആ സാധനം കൊടുക്കാം. ഭയങ്കര വെയിറ്റ് ആണ്. യാ, പാവം നമ്മുടെ പയ്യൻ രോഗബാധിതനായിട്ട് കിടക്കുകയാണ്. അവന് തൻ്റെ പെങ്ങളെ ശുശ്രൂഷിക്കുകയാണ്. എന്ത് ചെയ്യണം, ഇത്ര സ്നേഹനിധിയായ പെങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഗെയ്സ്, ചെറുക്കൻ്റെ കാലിൻ്റെ ഈ ഭാഗത്ത് പരിക്കൊണ്ട് 2-3 ദിവസമായി, കുറച്ച് ദിവസമായിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പോൾ കാണാൻ വരുന്നത്. നല്ല പരിക്കാണല്ലോടാ. കൈക്ക് ഇവിടെ കൈക്ക് ഇപ്പോഴ് കുറേ ഭാഗത്ത് പരിക്കുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. വിരലൊടിഞ്ഞെന്നാണ് തോന്നുന്നത്. ഇനി ആ വിരലുകൊണ്ട് ഒരു ഉപയോഗമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. വണ്ടി ഓടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടോ? അതാണ്. അപ്പോൾ നമുക്ക് ഈ ആക്സിഡൻറ്റ് എങ്ങനെയാണെന്ന് നിൻ്റെ ആരാധകർക്ക്, പ്രത്യേകിച്ച് ഗേൾ ഫ്രണ്ട്സിന് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. എങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? അത് രാവിലെ 5 മണിക്ക് ചിങ്ങയിലോട്ട് പോയതാണ്. എന്നായിരുന്നു? ചൊവ്വാഴ്ച. അത് കുഞ്ഞമ്മയുടെ മോനൊരു എക്സാം ഉണ്ടായിരുന്നു. കളിക്കാവിലെ മാർത്താണ്ട് അടുപ്പിച്ചായിരുന്നു. അപ്പം രാവിലെ അവരെ കൂടെ പോകാനായിട്ട് പോയതാണ്. അപ്പോഴേക്കും ഒരു പട്ടി കടിയാണ്ട് കൂടി ബൈറോട്ടിൽ നിന്ന് ഓടി വന്ന് കേറി. എവിടെ വെച്ചായിരുന്നു സംഭവം? കോട്ടപ്പുറത്ത് മറ്റേ ജെംസ് കോളേജിന്റെ താഴെ വെച്ച്. അവിടെ വെച്ച് ഇപ്പം റോട്ടിൽ വന്ന് കേറിട്ട് ഇത് അവിടെ തന്നെ അങ്ങ് നിന്ന്. അത് നിന്നപ്പോ ഞാൻ വണ്ടി വന്ന് ചവിട്ടിയെങ്കിലും വണ്ടി സ്ലോ ആയെങ്കിലും ഇന്ന് കയറി ഇടിച്ച്. പട്ടി അടിച്ചപ്പോഴേക്കും വണ്ടി മറിഞ്ഞു. അപ്പൊ ഞാൻ തെറിച്ച് വീണ്. അപ്പൊ ഇപ്പൊ കാലു വഴങ്ങി, കൈ അവിടെ കയറി തട്ടി. അപ്പൊ ഞാൻ എണീച്ചപ്പോ ഇവിടത്തെ കുറെ മാമാരുണ്ടായിരുന്നു. രാവിലെ അവര് ഒരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പൊ ചായ കുടിക്കാൻ വന്നതാണ്. അപ്പൊ അവര് വന്ന് വണ്ടിയൊക്കെ എടുത്ത്, പിന്നെ ഞാൻ വണ്ടി സ്റ്റാർട്ടായപ്പോ സ്റ്റാർട്ടൊക്കെ ആയി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ അവിടെ കൊച്ചച്ഛനെ വിളിച്ചിട്ട് അപ്പോഴേക്കും അവര് കുഴപ്പമില്ല, ഹോസ്പിറ്റലിൽ പോകണമെന്ന് വെച്ചാൽ ഞാൻ കുഴപ്പമൊന്നുമില്ല, മുറിഞ്ഞെന്ന് പറഞ്ഞു. ചെരുപ്പ് മുട്ടിയായിരുന്നു. ഞാൻ വീട്ടിൽ പോകുന്നെന്ന് പറഞ്ഞ് ഞാൻ വണ്ടി എടുത്ത് നേരെ ഇഞ്ഞി വന്നു. ഇവനൊന്നുമില്ല. അപ്പൊ അവര് അവിടുന്ന് ഇഞ്ഞി വന്ന് വണ്ടി എടുത്ത് വന്ന് പിന്നെ ഇവിടെ വന്ന് മൂക്കിയപ്പോ മുറിഞ്ഞ് പെയിൻ ഉണ്ട്. നമുക്ക് കടക്ക ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്നപ്പോഴേ അവര് വരക്ക് പറയുന്നുണ്ട്, ഈ പട്ടി കുറെ നാളുകൊണ്ട് അവിടെ ശല്യമാണ്, പട്ടികൾ ഇങ്ങനെ എല്ലാവർക്കും ശല്യം. പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകളില്ല, കത്തുന്നില്ല. അത് കുറെ നാളായിട്ട് അവര് കംപ്ലൈന്റ് കൊടുത്തിട്ടൊന്നും അവരൊന്നും മിണ്ടുന്നില്ല. പറഞ്ഞ അവരും ഭയങ്കര പ്രശ്നമാണ്. എല്ലാവരും അയാൾ കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്. അവിടെ വേറെ 2-3 പേര് വീണ് ഈ ഇതേ പട്ടികൾ തന്നെ പ്രശ്നം ഉണ്ടാക്കി. പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് നേരെ നമ്മള് അവരെ കൂടെ കടക്ക ഹോസ്പിറ്റലിൽ പോയി ജസ്റ്റ് ഒന്ന് ക്ലീൻ ഒക്കെ ചെയ്ത് പറഞ്ഞ എക്സ്റേ എടുക്കണം. അപ്പൊ അവന് എക്സാം ആണ്. അന്നേരം 9 മണിക്ക് അവിടെ എത്തണം. കാരണം നമ്മള് പിന്നെ നേരെ അങ്ങ് പോയി. അവിടെ പോയി നമ്മുടെ സാധനങ്ങൾ വരട്ടെ, തിന്നാനുള്ള സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. ചായ ഒരാളും കൂടെ ഉണ്ട്. അങ്ങനെ അവിടെ പോയി അവന്റെ എക്സാമിന് പറഞ്ഞു വിട്ടിട്ട് നമ്മളവിടെ ഇരുന്നിട്ട് പിന്നെ നമ്മള് അവിടെ എല്ലാം ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ നെയ്യാറ്റിൻകര പോയി. പെയിൻ ഉണ്ടായിരുന്നു. നമ്മള് പിന്നെ പെയിൻ അപ്പൊ തുടങ്ങി. ഈ കടയ്ക്ക് ആശുപത്രിയിൽ നിന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ? കടയ്ക്ക് ഹോസ്പിറ്റലിൽ പറഞ്ഞായിരുന്നു, എക്സ്റേ വേദന ഉണ്ടെങ്കിൽ എക്സ്റേ എടുത്ത് നോക്കണം, പോറിൽ മരുന്ന് വെക്കുക, പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു.
നമുക്ക് പിന്നെ സമയത്തിന്റെ കുറവുകൊണ്ട് നമ്മൾ നേരെ പോയതാണ്. നമ്മള് പിന്നെ അവിടെ ചെന്നിട്ട് പിന്നെ തമിഴ്നാട് ബോർഡർ ആയിരുന്നു. പിന്നെ തമിഴ്നാട്ടിൽ പോയി വണ്ടിയിൽ എണ്ണയൊക്കെ അടിച്ചിട്ട് പിന്നെ നേരത്തെ പോയി. പിന്നെ അവന് വൈകിട്ട് എക്സാം കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ അവിടുത്തെ ഹോസ്പിറ്റലൊന്നും കാണിച്ചില്ലേ? ഇല്ല, നമ്മൾ അവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്ത് വന്ന് അവിടെ കൊണ്ടുവന്ന് ത്രിവേണി ഹോസ്പിറ്റലിൽ ആയുർവേദമാണ്. ആയുർവേദ ഹോസ്പിറ്റലിൽ. അപ്പൊ അവിടെ മെയിൻ ഒരു ഡോക്ടർ ഉണ്ട്, ഒരു സുരേഷ് കുമാർ എന്ന് പറയുന്നത്. പുള്ളി എപ്പോഴും പുറത്താണ്. എന്റെ ഭയം കൊണ്ട് എന്നാലും ഈ വന്ന് പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോഴേ പുള്ളി എക്സ്റേ പോലും എടുക്കാതെ കൈ പിടിച്ചു നോക്കി കിടന്ന ഈ കയ്യില് ചെറിയ സ്ക്രാച്ച് ഉണ്ട്, കാലിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. നമ്മള് പറഞ്ഞത് കൊണ്ട് കാലിൽ എക്സ്റേ എടുത്ത്. കാലിൽ എക്സ്റേ എടുത്തിട്ട് അപ്പൊ കാലിന് കുഴപ്പമില്ല, കൈക്ക് ഇതുണ്ട്. അപ്പൊ കാല് നല്ല നീരായിരുന്നു. അപ്പം കയ്യിലും കാലിലും ഇതിട്ട് ക്ലിപ്പിട്ട് ബാൻഡ് ഇട്ട് പിന്നെ അവിടെ നിന്ന് കുറിച്ച് അവിടെ നിന്ന് പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ ഇന്നലെ പോയി അവിടെ തന്നെ പോയി. അവിടെ ചെന്ന് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു കൈ ഓക്കെ ആയി, എന്നാലും 2 ദിവസം കൂടി ഇട്ടേക്കാൻ പറഞ്ഞു, ഒരു 3 ദിവസം കൂടി ഇട്ടേക്കാൻ പറഞ്ഞു. പിന്നെ കാലിലൊക്കെ ഇട്ടൊക്കെ അഴിച്ച് അന്ന് ജസ്റ്റ് എന്തെങ്കിലും മരുന്നിട്ടാൽ മതി. പിന്നെ മസിൽ പെയിൻ ഒക്കെ ഉണ്ട്. മസിൽ പെയിൻ ഒക്കെ ഇതിന്റെ സ്വാഭാവികമായിട്ടുള്ളതാണ്. അപ്പൊ വണ്ടിക്ക് ഞാൻ വണ്ടി ഇന്നാണ് ഇപ്പൊ എടുത്തത്. വണ്ടി എടുത്തപ്പോഴേക്കും വണ്ടിയിൽ ജസ്റ്റ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഫ്യൂസിന്റെ എന്തോ ഇതായിരിക്കും. അത് നമുക്ക് വർക്ക്ഷോപ്പിൽ കാണിക്കാം. ഇതിപ്പോ എന്ന് എടുക്കാന്ന് പറഞ്ഞു? ഇതിപ്പോ മറ്റന്നാ എടുക്കും. മറ്റന്നാ ചൊവ്വാഴ്ച എടുക്കാം. ചൊവ്വാഴ്ച കൊച്ചൻ പോന്ന്. അപ്പം കൊണ്ടാക്കിയിട്ട് ഇത് തിരിച്ചുള്ള പ്ലാനിലാണ്. ഓക്കെ. അപ്പം ചെറിയ ആക്സിഡന്റ് ആണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമുക്ക് ഫാൽക്കണിൽ ഇപ്പം എല്ലാവർക്കും ഓരോരുത്തർക്കായി ആക്സിഡന്റ് വരുന്നത് നമ്മൾ വീഡിയോ ചെയ്യുന്നു. എന്താണ് അവസ്ഥ എന്ന് അറിഞ്ഞൂടാ. അതെ, നമുക്ക് കണ്ടന്റ് കിട്ടുമല്ലോ അല്ലേ? അതെ. ഓക്കെ, ആഷിനെ പോലെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നില്ല. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ഗെയ്സ്, അടുത്തതായിട്ട് നമുക്ക് മാങ്ങ വന്നിട്ടുണ്ട്. മാംഗോ, നല്ല അടിപൊളി മാംഗോ എത്തിയിട്ടുണ്ട്. ഇതേപോലെ ഓരോരുത്തരുടെ വീട്ടിൽ പോകുമ്പോഴും നല്ല രസമായിരിക്കും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തിന്നാൻ കിട്ടും.